ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതാണ് കേട്ടോ. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ മേക്കപ്പിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും. പക്ഷേ എനിക്കിഷ്ടമായിട്ടോ സംഭവം. നമ്മൾ കുറേയൊക്കെ വാരി വലിച്ചിട്ട് ചെയ്യണേക്കാളും വളരെ സിമ്പിളായിട്ട് നമ്മളതിൽ കൊണ്ട് പറ്റുന്നത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം നന്നാക്കി എടുക്കാം അത്രത്തോളം നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സായിരുന്നു. അത് മുകളിലിരിക്കണ കണ്ടപ്പോൾ മോളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോൾ നമുക്കൊന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ മുഖത്തിട്ടു. ടോണർ, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, സൺക്രീം, പിന്നെ നമ്മൾ മേക്കപ്പൊക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈമറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കൺസീലർ, ഇറേസർ വെച്ചിട്ട് നമ്മൾ മുഖത്തുള്ള പാടുകളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫൗണ്ടേഷനോ അതൊക്കെ മതി. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഡോട്ടായി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ എൻ്റെ എനിക്കിപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് മേക്കപ്പിനെ കുറിച്ചിട്ടുള്ളൊരു ഇതുണ്ട്. ഇതൊക്കെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്നൊന്നും ഞാൻ പുറത്തുനിന്ന് ആളെ വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെ നമ്മളെക്കൊണ്ട് സിമ്പിളായിട്ട് പറ്റാവുന്നത് വെച്ചെങ്കിൽ ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒരുങ്ങുമായിരിക്കും കേട്ടോ. എനിക്കതിനുള്ളൊരു ഇത് ഇപ്പോൾ ഉണ്ട്. കുറേയൊക്കെ എന്നാലും നല്ല പെർഫെക്ഷനായിട്ട് കൂടിയിട്ടുള്ളതൊന്നുമില്ല. എന്നാലും അത്യാവശ്യം തട്ടിമുട്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ വേണ്ട മേക്കപ്പും കാര്യങ്ങളും കാലം കുറേ ആയി ത്രെഡ് ചെയ്തിട്ട് ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് അങ്ങനെ പിരികൊരു ഇതിലാണ്ട് കിടക്കുന്നത്. പിന്നെ പിരികൊന്ന് ജസ്റ്റ് അതെങ്ങനെ ആക്കിയാലും ഒരു വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഐ ഷാഡോ ഇട്ടു. പിന്നെ നമ്മൾ കണ്ണ് അടിയിലും മുകളിലും നമ്മൾ ഒരു നല്ലൊരു കാജൽ വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഐലൈനർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന അവിടെയൊക്കെ നമ്മൾ ഹൈലൈറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ നോസിൻ്റെ ഇവിടെയും ചിക്കൻ്റെ ഇവിടെയൊക്കെ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുക്കുക കേട്ടോ. മസ്കാര ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ ഉള്ളത് വെച്ചിട്ട് ഏകദേശം ഒരു ഇതിലൊക്കെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനങ്ങനെ അത്ര വലിയ ഭംഗിയിലൊന്നും ഇടണ ആളല്ല. നമ്മൾ സാധാരണ ഒരു രീതിയിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒക്കെ ഒരുങ്ങിയത്. അപ്പോൾ എനിക്കൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി പോകാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.